UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ UDFിലെ കോൺഗ്രസ് പ്രതിനിധി സുനു ജോർജ് 16 വോട്ടുകൾ നേടി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. എതിർ സ്ഥാനാർത്ഥി LDFിലെ ജോർജ് കുട്ടി കാറുകുളം 3 വോട്ടുകൾ നേടി. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF പ്രതിനിധിയായ ലിസി ജോസഫ് പാളിത്തോട്ടം 16 വോട്ടുകൾ നേടി വിജയിച്ചു. LDF പ്രതിനിധിയായി മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി മഞ്ജു അനിൽ 3 വോട്ടുകൾ നേടി. വൈക്കം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനു വരണാധികാരിയായിരുന്നു. കഴിഞ്ഞ തവണ LDF ഭരണത്തിലായിരുന്ന മാഞ്ഞൂർ UDF തിരിച്ചുപിടിക്കുകയായിരുന്നു. അപ്പോൾ ആ പഞ്ചായത്തിൽ വന്നു ചേർന്നിരിക്കുന്ന അധികാരത്തെ വളരെ സുതാര്യമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാണ് ജനപ്രതിനിധികളായ നമ്മുടെ നാട്ടിൽ വിജയിച്ചു വന്ന 19 ജനപ്രതിനിധികൾക്കുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും എല്ലാം ഈ കാര്യങ്ങളിൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ജനം ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വലിയ ചരിത്ര പ്രാധാന്യമുള്ളൊരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 19 വാർഡുകളിലുള്ള വളരെ വിശാലമായ ഒരു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ മാത്രമല്ല, വിവിധങ്ങളായ സാംസ്കാരിക പൈതൃകമേറുന്ന ഈ നാട് എന്നും മതേതരത്വത്തിൻ്റെ ഈറ്റിലമാണ്. ഇവിടെ വർഗീയതയ്ക്ക് ഒരു സ്ഥാനവും ഈ നാട്ടിൽ ആളുകൾ കൊടുക്കാറില്ല. വർഗീയതയെ എന്നും ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു നാടെന്നുള്ള രീതിയിൽ മതേതരത്വ ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനിയുള്ള 5 വർഷങ്ങൾ ഈ നാടിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, അതിൻ്റെ നേട്ടത്തിന് വേണ്ടി, ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.